ഓക്കെ, നീ അടുത്ത ആൾ പാടണമല്ലോ. ഹായ്, ഒരു ചേഞ്ചിനായി ഇനി ഒരു വേറെ ശൈലിയിലുള്ള ഒരു പാട്ട് കേട്ടാലോ? എല്ലാ സംഗീതത്തിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും, പക്ഷെ ബേസിക് സംഗീതത്തിൻ്റെ ഭാഷ സെയിം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇംഗ്ലീഷിലുള്ളൊരു പാട്ടാണ്. ഇത് വെസ്റ്റേൺ ക്ലാസിക്കൽ സ്റ്റൈലിൽ പാടാണ്. ഇറ്റ്സ് കോൾഡ് ബെൽ കാൻട്ടോ സ്റ്റൈൽ. അപ്പോൾ ഹിപ്പോക്രസി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ? ഓക്കെ, അറിയാം. ഒരു മുഖം പുറത്ത്, ഒരു മുഖം അകത്ത്. എല്ലാവർക്കും ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമോഷനാണ്. അപ്പം അങ്ങനെ ഒരു ഇമോഷനുള്ള ഒരു കുട്ടി പാടുന്ന പാട്ടാണ്. ഓക്കെ, ഒരു സിംഗറാണ് ഈ പാടുന്ന കുട്ടി, ഞാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. ആൻഡ് ആ കുട്ടിക്ക് ഒരുപാട് പ്രശസ്തിയൊക്കെ കിട്ടി ഇരിക്കുകയാണ്. ഒരുപാട് പ്രശസ്തി കിട്ടുമ്പോൾ നമുക്കൊരു അസുഖം വരും. എനിക്ക് വേണ്ടായിരുന്നു ഇതൊന്നും എന്ന് തോന്നും അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മുഖം വച്ച് കെട്ടാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ അകത്ത് ഭയങ്കര ത്രില്ലാണ്. എന്താ കാര്യം? കുറേ പൈസ, കുറേ ഡ്രസ്സ്, ജ്വല്ലറി, അതൊക്കെ കിട്ടുന്നതിൻ്റെ സന്തോഷം. അങ്ങനെ ഹിപ്പോക്രസി കാണിക്കുന്ന ഒരു പാട്ടാണ്. Diamond rings, can they take away my sorrow? Can the most precious diamond ring take away the pain that's there in my heart? Bracelets, lavaliers, can they remove my pain? Can the brightest brooch take away the sorrow? I don't need diamonds. And yet, because these rings that are enduring, I have no confidence, rebel. My wardrobe is expensive as the devil. My heart it is ignoble to complete. Enough. I'll take the diamond necklace and show my noble star.
വരുൺ വീട്ടിലെന്താ സഹിക്കണേന്ന് മനസ്സിലായില്ലേ? താങ്ക് യു. ഇല്ലില്ല, ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു. വിവാഹത്തിന് മുൻപ് അദ്ദേഹം ഈ പാട്ട് കേട്ടിരുന്നോ? അദ്ദേഹം ഈ പാട്ട് കേട്ടിട്ടാണ് എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്.